പ്രണയിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിന്റെ പ്രണയമാണ്. ഞാൻ നമുക്ക് വേറൊരു പെണ്ണിനെ പ്രണയിക്കുന്നതായിട്ട് പ്രണയാഭ്യർത്ഥന നടത്തായിട്ട് സ്ക്രീനിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. ശ്രീ മോഹൻലാലായിട്ടും ശ്രീ മമ്മൂട്ടിയായിട്ടും ഒരേപോലെ സൗഹൃദവും സ്നേഹവും പങ്കിടുന്ന ഒരാളാണ്. ഇത് രണ്ട് ശത്രുരാജ്യങ്ങളല്ല. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരേപോലെ സൗഹൃദം പങ്കിടുകയാണ് ബുദ്ധിമുട്ടുള്ളത്. എന്റെ പ്രായം വരെ എനിക്കറിയാം, ബാക്കിയുള്ള കൂടുതലുള്ള പ്രായം ഇവരോട് ചോദിച്ചാൽ അറിയാം. മോന്റെ പ്രായത്തിൽ എങ്ങനെ ചോദിക്കുന്ന കേട്ടതൊന്നും ഒന്നും അറിയത്തില്ല. നമ്മുടെയൊക്കെ വീട്ടിലെ പോലെ തന്നെ എൻ്റെ വീട്ടിൽ എങ്ങനെയാടാ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ എന്നായിട്ടൊക്കെ സംസാരിച്ചെന്ന് പോരാൻ നേരത്ത് അപ്പൻ എൻ്റെ പെങ്ങളോട് പറയും, എടി നീ ഇവനെ കൊണ്ടുപോയിട്ടൊന്ന് ആക്കിയിട്ട് ഇന്ന് രാത്രി വരണമെന്നില്ല, നാളെ വന്നാലും പറയണം. പക്ഷെ സുരേഷ് ഗോപി എന്നെ മറുപടി പറഞ്ഞത്, പക്ഷെ കളിമണ്ണായിരിക്കണം കേട്ടോ, പൂഴിമണ്ണാവരുത്. അയാൾക്ക് നമ്മൾ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയാലും ഇഷ്ടമല്ലാത്ത ആളാണ്. എന്നിട്ട് അതായത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ. അതിനകത്ത് സാഡിസം ഒക്കെ ഉണ്ടായിരുന്നു. അമിതാഭ് ബച്ചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊക്കം കുറഞ്ഞ ആളാണ്. എന്നെക്കാൾ പൊക്കം കുറഞ്ഞ ഒരാൾക്ക് ഞാൻ നല്ല പൊക്കമുള്ള ആളാണ്. രാത്രി കഴിക്കാതെ ഇവർക്കൊക്കെ പ്രശ്നമായി. ഉമ്മ ചോദിച്ചു എൻ്റെ അടുത്ത്, എന്താ കഴിക്കാത്ത? ഞാൻ പറഞ്ഞു, ഉമ്മ പറഞ്ഞപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് അവർ തരുന്നതൊക്കെ ആദ്യം തന്നെ മേടിച്ച് കഴിക്കരുത്. ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്ക. നമുക്ക് ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, ഇതാണോ സിദ്ദീഖ് എന്ന് ചോദിച്ചു. അപ്പോൾ തമ്പി കാണാൻ പറഞ്ഞു, അതെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇന്ന് വരെ പോകുന്നു പറഞ്ഞിട്ടില്ല. അമ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഫീസൊന്നും സമയത്തിന് കൊടുക്കാൻ പറ്റാറില്ല. ഫൈനിന്റെ ഫൈനും ഒക്കെ ആവും. ആരുമില്ലാതെ വരുന്ന ഒറ്റപ്പെടൽ വേറെയാണ്, എല്ലാവരോടൊപ്പം ജീവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒറ്റപ്പെടൽ വേറെയാണ്. പ്രണയം പലപ്പോഴും ലോകത്ത് പല വലിയ സംഭവങ്ങൾക്കും കാരണമായിട്ടുണ്ട്. രാമായണത്തിന്റെ പിന്നിലെ കാരണം, താജ്മഹലിന്റെ പിന്നിലെ കാരണം. പക്ഷെ പ്രണയത്തിന് അങ്ങനെ ഒരു പ്രായമുണ്ടോ? അത് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുന്ന സിനിമയായിട്ടാണ് മധുരം ഈ ജീവിതം എന്നുള്ള സിനിമയുടെ ഒരു ടീസറും ട്രെയിലറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. സിനിമയെ പറ്റി സംസാരിക്കാൻ സിനിമയുടെ പ്രധാനപ്പെട്ട എല്ലാവരും ചേരുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും മികച്ച സ്വഭാവ നടീനടനാണ്. നമസ്കാരം. നമസ്കാരം. അങ്ങനെയുണ്ടോ ജോണി ചേട്ടാ? പ്രണയത്തിനൊരു പ്രായം, പ്രണയത്തിനൊരു പ്രായപരിധി അങ്ങനെയുണ്ടോ? എന്റെ പ്രായം വരെ എനിക്കറിയാം, ബാക്കിയുള്ള കൂടുതലുള്ള പ്രായം ഇവരോട് ചോദിച്ചാൽ അറിയാം. മോന്റെ പ്രായത്തിൽ എങ്ങനെ? എനിക്ക് 30. എങ്ങനെ തോന്നുന്നു? നല്ല നന്നായിട്ട് എവിടെ വരെ പോവും? ഒരു ജീവൻ വരെ പോവായിരിക്കും. നമ്മുടെ ഒരു അച്ഛൻ പറയും, ആണുങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ് 5 മിനിറ്റോടെ നിൽക്കുമെന്ന് പ്രണയം. അപ്പൊ പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അത് കൂടുതലായിരിക്കും. എന്തായാലും പ്രണയിക്കാവുന്നേ. ഇപ്പൊ ആളുകൾ പറയുമല്ലോ, ഈ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള നമുക്കുണ്ടായ പ്രണയങ്ങളാണോ അതോ സിനിമയോടാണോ കൂടുതൽ പ്രണയം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ സിനിമക്കാർ കുറച്ച് താത്വികമായിട്ടൊക്കെ പറയും, സിനിമയാണ് എൻ്റെ ജീവൻ, സിനിമയാണ് എൻ്റെ ജീവവായു, സിനിമയോടാണ് എനിക്ക് പ്രണയം എന്നൊക്കെ. ശരിക്കും ഒരു ഇഷ്ടമുള്ളൊരു സ്ത്രീയാണോ ഇഷ്ടമുള്ള സിനിമയാണോ, ഏതിനോടാ കൂടുതൽ പ്രണയം തോന്നുക? അതിപ്പോ നമുക്ക് ഈ പ്രണയം എന്ന് ഉദ്ദേശിക്കുന്നത് അത് സ്ത്രീ പുരുഷ ബന്ധത്തിന് തന്നെയാണ് പ്രണയം എന്നുള്ളതിന് അർത്ഥം വരുള്ളൂ. ബാക്കിയൊക്കെ നമുക്കൊരു പാഷൻ, അല്ലെ ഇപ്പൊ ഭക്ഷണത്തോട് നമുക്ക് കൊതി, അല്ലേ, തൊഴിലിനോട് ആത്മാർത്ഥ ഇഷ്ടം. പ്രണയം എന്ന് പറയുന്നത് വേറൊരു വികാരമല്ലേ, അതൊരു സ്ത്രീ പുരുഷ, അത് ഇണകൾ അല്ലേ എന്നൊക്കെ പറയുന്ന അതിന്റെ ഒരു വേറൊരു അല്ലേ, അങ്ങനെ ഒരു രീതിയല്ലേ. ചോദിക്കുന്ന കേട്ടതൊന്നും ഒന്നും അറിയത്തില്ല. ഈ മധുരമി ജീവിതത്തില് ട്രെയിലറൊക്കെ കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടത്തിലെ ഇന്നസെന്റിന്റെ ഓർമ്മ വന്നു. മറ്റേ കൂട്ടുകാരന് അമിതാവേശമൊക്കെ കൊടുക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ഇന്നസെന്റ് വൈബ് കിട്ടുമോ മധുരമി ജീവിതത്തിൽ? ഇത് കൂട്ടുകാരനൊരു കട്ടയ്ക്ക് ഇത് കൊടുക്കുന്ന ഒരാളല്ല, കൂട്ടുകാരൻ ഒരു പാവം മനുഷ്യനാണ്. അദ്ദേഹത്തിന് നമ്മളാൽ കഴിയാവുന്ന ഒരു ഹെൽപ്പും, പിന്നെ ഇവര് രണ്ടുപേരും നല്ല മനുഷ്യരാണ്. അവർക്ക് ചില സാഹചര്യങ്ങൾ ഇപ്പൊ അനുകൂലമാണല്ല, ഇവർക്കൊരു പരസ്പരം ഒരു കൂട്ടാവശ്യമാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഇവർ ഒന്നിക്കട്ടെ, ശിഷ്ടകാലം സന്തോഷമായിട്ട് ജീവിക്കട്ടെ, മധുരമീ ജീവിതമാവട്ടെ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നു, നല്ലൊരു സുഹൃത്തായിട്ട് കൂടെ നിൽക്കുന്നു. പിന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്, കാരണം എൻ്റെ തുടക്കകാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള സിദ്ദീഖേട്ടൻ, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ട് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അതൊരു വലിയ കാര്യമായിട്ട് കരുതുന്നു. പിന്നെ എന്ന് മണിച്ചിത്രത്താഴ് കണ്ടോ അന്ന് മുതൽ ഞാൻ ഇഷ്ടപ്പെടുന്ന വിനയമം പുള്ളിക്കാരത്തിലൂടെ ഒരു സിനിമ. ക്രഷ് എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എനിക്ക് ഇപ്പോഴും പറയാമല്ലോ, ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്, എനിക്കൊരു ഇഷ്ടമുണ്ട്, അത് ഞാൻ അകത്തൊരാളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഡയലോഗും. ശരിക്കും മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ലാസ്റ്റ് ഈ ശ്രീദേവി എന്ന് പറഞ്ഞ കഥാപാത്രത്തോട് വന്ന് ലാലേട്ടൻ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ മണിച്ചിത്രത്താഴ് അത്രയും വിജയിക്കുക. ഇൻകംപ്ലീറ്റ് ആണ്. അതാണ് അവസാനം മോളി ബാൽക്കണി കൂടെ ഓടി വന്നിട്ടുള്ള നോട്ടവും ആ വണ്ടി പോക്കും എല്ലാം കൂടെ ആയപ്പോൾ
അങ്ങ് അമഞ്ഞു. അപ്പോൾ അതൊക്കെ ഇവർ രണ്ടുപേരോടെ വർക്ക് ചെയ്യാൻ പറ്റുമോ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ കോംബോയിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതുപോലെ ഡയറക്ടർ മാത്യൂസ് നല്ല ആളാണ്. ക്യാമറ മൊത്തത്തിൽ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് സിദ്ദിഖായിട്ടൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. സിദ്ദിഖായിട്ട് തന്നെ ഹാപ്പി ആണെങ്കിൽ തന്നെ ആ സെറ്റ് നല്ലതായിരിക്കും. കാരണം അല്ലേ പുള്ളിക്ക് ചോറിയും. അപ്പൊ ഞാൻ ആദ്യം ശ്രദ്ധിക്കില്ല അതാ സിദ്ദിഖായിട്ട് ഹാപ്പിയാണോ, പിന്നെ അത് നോക്കിയാണ്. പിന്നെ മാഡം പിന്നെ എവിടെ വല്ലതും നിന്നോളൂ, എങ്ങനെയായാലും ഓക്കെയാ. അപ്പൊ അത് ഞാൻ നോക്കിയപ്പോ ചേട്ടൻ ഹാപ്പിയാ. പിന്നെ എനിക്ക് എന്താ ഹാപ്പി കുറവ്? അപ്പം ചോദ്യം എന്നോട് മാത്രമാവുന്നു. ഞാൻ ഈ അടുത്ത് അപ്പാഹാജിയോട് സംസാരിക്കായിരുന്നു. അപ്പാഹാജി പറഞ്ഞത് പണ്ട് ഒരു കൊടൈക്കനാൽ യാത്ര നടത്തായിരുന്നു അപ്പാഹാജി സിദ്ദിഖും കൂടിയിട്ട്. അപ്പൊ പഴനിന്ന് ഈ ബസ് മാറി കയറണമല്ലോ. അപ്പൊ അന്ന് ഈ പഴനിക്കുള്ള ബസ് മാറി കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു തമിഴൻ ഈ തിരക്കിനുള്ളിൽ ജനാലയിലൂടെ ഒരു പുസ്തകം എടുത്ത് സീറ്റിലിട്ടു. സിദ്ദിഖും അപ്പാഹാജിയും പക്ഷെ ആദ്യം അയാളൊക്കെ മുമ്പ് ബസ്സിലെത്തിയിട്ട് ഇക്ക പുസ്തകം എടുത്തിട്ട് സീറ്റിന്റെ മേലെ കയറ്റി വെച്ചു. അപ്പോൾ തമിഴ് വന്ന് ചോദിച്ചു, ഞാനിവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പുസ്തകം കയറ്റി വെച്ചത്. അപ്പോൾ സിദ്ദിഖ് തമിഴോട് പറഞ്ഞു, അത് ഞാനിപ്പോൾ മോളിൽ കയറ്റി വെച്ചില്ലേ, ഞാൻ എനിക്ക് മോളിൽ കയറി ഇരിക്കാമല്ലോ എന്ന്. അപ്പോൾ അത്രയും സീരിയസ് ഒരു സിറ്റുവേഷനെ പോലും ഈ നർമ്മത്തിന്റെ കാര്യത്തിൽ ഒരു വളരെ ഇന്റലിജന്റ് ആയിട്ട് നയതന്ത്രപരമായിട്ട് ഡീൽ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇത് സിനിമേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ, തമാശയിലൂടെ ആളുകളെ ഡീൽ ചെയ്യുന്നത്? അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. സിറ്റുവേഷൻസ് കുറച്ചും കൂടെ ലൈറ്റർ ആക്കാൻ ഇത്തരം കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് പല സിറ്റുവേഷൻസും കുറച്ച് ലൈറ്റർ ആവാനായിട്ടുള്ള അങ്ങനെ സഹായിക്കും. അത് സിനിമയിൽ നിന്നല്ല, മൊത്തത്തിൽ ജീവിതത്തിലാണ് സഹായിക്കുക. സിനിമയിൽ നമ്മൾ ഹ്യൂമറസ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളത് ഇംപ്രവൈസ് ചെയ്ത് ആ സിനിമയിൽ തമാശ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ, കാരണം ഞാൻ വന്നത് അത്തരം സിനിമകളിലൂടെയാണ് ഞങ്ങൾ വന്നത്. അപ്പം ആ സിനിമയെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഒരു ഹ്യൂമറസ് സിറ്റുവേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുറെ കൂടെ നർമ്മം വരുന്ന സംഭാഷണങ്ങൾ എങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ കൊണ്ടും കൊടുത്തും അങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ കൊണ്ടുവരാനൊക്കെ അത്തരം ഒരു സെൻസ് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആ സെൻസ് എനിക്ക് കൂടുതൽ വന്നത് എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്നതിന് ശേഷമാണ്. കാരണം ഞാൻ ഇടപെട്ടിരുന്ന ആളുകളൊക്കെ അങ്ങനെയാണ്, അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ പിന്നെ അവരുടെ കൂടെയാണ് ഞാൻ വളർന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനൊരു വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയാൻ പറ്റുന്നൊരു സ്വഭാവം വന്നത് സിനിമയിൽ വന്നതിന് ശേഷം. അതിനു മുമ്പ് ഞാൻ അത്ര അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് തോന്നില്ല. എന്നാലും ഇപ്പൊ ഈ അപ്പാഹാജ പറഞ്ഞ ഇൻസിഡന്റ് ഒക്കെ എന്റെ സിനിമയിൽ തുടക്കകാലത്താണ്. അങ്ങനെ ചില സമയത്തൊക്കെ ചില തമാശകളൊക്കെ ഞാൻ ഈ ആത്മകഥ വായിച്ചപ്പോ ഭയങ്കരമായിട്ട് രസിച്ചൊരു സന്ദർഭമുണ്ട്. അതായത് സീരിയലുകളിൽ തുടർച്ചയായി അഭിനയിച്ചതിന് ശേഷം വീണ്ടും ചില വീട്ടുകാരികളിൽ എത്താൻ, ഒരു സീരിയലിൽ അഭിനയിച്ച കാരണം എത്താൻ വൈകിപ്പോയി. അപ്പോൾ സത്യനീതി സാർ ചോദിക്കുകയാണ്, നീ വരാത്തത് കാരണം ഒരുപാട് ഡിലേ വന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് പറയാണ്, എന്നെ നിങ്ങൾ വിളിച്ചാലല്ലേ എനിക്ക് സിനിമയിൽ ഒന്ന് അഭിനയിക്കാൻ പറ്റുള്ളൂ, ഞാൻ അതുകൊണ്ടാണ് സീരിയലിൽ അഭിനയിക്കുന്നത്, അതുകൊണ്ടാണ് പടം ഡിലേ ആയത്. അപ്പം അതിനൊരു വല്ലാത്ത ബുദ്ധി ഉണ്ട് അതിനകത്ത്. ഇത് സിനിമ നിലനിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, നിലനിൽപ്പിനേക്കാളും ഇപ്പൊ അതിനു മുമ്പ് ഇപ്പൊ ജന്മാന്തരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പം ഒരു ലെങ്തി ഷോർട്ട് അഭിനയിക്കണം. അതിനകത്ത് കുറച്ചൊരു ലെങ്തി ഡയലോഗുകളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു സിനിമ. അപ്പൊ ഈ തമ്പി കണ്ണന്താനം അന്നൊക്കെ പൊതുവേ സംവിധായകരും കുറച്ച് ദേഷ്യക്കാരാണ്. തമ്പി കണ്ണന്താനം സംവിധായകൻ, വില്യംസ് ക്യാമറമാൻ, അയാൾക്ക് നമ്മൾ ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയാലും ഇഷ്ടമല്ലാത്ത ആളാണ്. എന്നിട്ട് അതായത് അതേ ഇപ്പം ജീവിച്ചിരിപ്പില്ല എങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ 15-20 പഞ്ചൊക്കെ ഉള്ള ചില ഫൈറ്റൊക്കെ ചില മാസ്റ്റേഴ്സ് കമ്പോസ് ചെയ്യും. അപ്പം നമ്മൾ വന്ന് ഒരാളെ ഇടിച്ച് അയാൾ വീണ് അയാളുടെ മേലെ കൂടെ മറിഞ്ഞ് വേറൊരു സ്ഥലത്ത് ചെന്ന് വേറൊരു മേശയുടെ മുകളിൽ ചാടിക്കറി അവിടെ നിന്ന് ഒരാളെ ഇടിച്ച് അങ്ങനെയൊക്കെ ആയിരിക്കും ഇത് കമ്പോസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പം നമ്മൾ നോക്കി പിന്നെ റിഹേഴ്സൽസ് ചെയ്യും. 3 റിഹേഴ്സൽ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എക്സോസ്റ്റഡ് ആവും. എന്നിട്ട് ഇതെല്ലാം ചാടി കഴിഞ്ഞ് ഈ പഞ്ച് കഴിയുമ്പോഴേക്കും 15 പഞ്ചോ 20 പഞ്ചുണ്ടാവും. അത് കഴിഞ്ഞ് അത് ഓക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും കൈയടിക്കും. ഈ ഫൈറ്റേഴ്സും ബാക്കി എല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് കൈയടി. ഉടനെ ക്യാമറമാൻ ഇയാൾ പറയും 1 more. വേറെ ഒന്നുമല്ല, ഒരു മിസ്റ്റേക്കും ഉണ്ടാവില്ല. പക്ഷെ അന്ന് ഈ മോണിറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇയാൾ 1 more പറഞ്ഞാൽ എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവരൊക്കെ. അതിനകത്ത് ഒരു സാഡിസം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തമ്പി കണ്ണന്താനമൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ എന്നെ കൊണ്ടുവന്ന ആളാണ്, സിനിമയിൽ കൊണ്ടുവന്നതാണ്. എന്നെ വഴക്ക് പറയാൻ ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ആളാണ്. അപ്പോൾ ഒരിക്കലൊരു ജന്മാന്തരത്തിലൊരു സീൻ അഭിനയിക്കുമ്പം കുറച്ച് ലെങ്തി ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തെറ്റിപ്പോയി. അങ്ങനെ അത് തെറ്റി. അപ്പം കട്ട് എന്നിട്ട് എടുക്കാം സെക്കൻഡ് ടേക്ക് എന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഒരല്പം ഉറക്കെ, ഇതങ്ങ് പഠിച്ചിട്ട് അത് ഈ ഫസ്റ്റ് ടേക്കിൽ അങ്ങനെ ഓക്കെ ആക്കാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ല, സെക്കൻഡ് ടേക്ക് ഓക്കെ ആക്കാനാണ് എൻ്റെ യോഗം. അപ്പോൾ പുള്ളി അങ്ങോട്ട് ചിരിച്ചങ്ങ് വിടും. അത് അങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ട്. പല നമ്മൾ വെട്ടാൻ വരുന്ന പോത്തിനോട് നമ്മൾ തമാശ ഓതിയാൽ ചിലപ്പോൾ ആ പോത്ത് കേൾക്കും, വേദം ഓതാതിരുന്നാൽ മതി. നമ്മൾ തമാശാണി പറയുന്നെങ്കിൽ ചിലപ്പോൾ ആ പോത്ത് ചിരിച്ചിട്ട് അങ്ങ് പോകും.
പുതിയൊരു പഴഞ്ചൊല്ലുമായി. അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഒത്തിട്ടുണ്ട്. അത് മുമ്പ് ആരോ പറയും, നമ്മൾ പറയും ഞാൻ തമാശയല്ല കാര്യം പറയാന്ന് പറയില്ലേ, തമാശയും കാര്യമാണ്. അപ്പൊ പൊതുവെ പറയുന്നത് കാര്യം പറയാൻ ഏറ്റവും നല്ല തമാശയാണെന്നാണ്. ഇപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രണയം അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രണയം ആ റോളിലേക്ക് ഇപ്പൊ സാറിന് ഈ പോസ്റ്ററിൽ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിലും ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ചോട്ടാ മുംബൈ അല്ലെങ്കിൽ ഹരിഹർ നഗർ, ഇതിന്റെ ഒരു എഫക്റ്റ് എടുക്കുന്ന കാരണം ഇത്ര വയസ്സനായി ഉൾക്കൊള്ളാൻ വയ്യ ഞങ്ങൾക്ക്. സിദ്ദിഖിക്ക് പേഴ്സണലി ആ പ്രായത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇമോഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? നമുക്കെപ്പോഴും നമ്മളെക്കാൾ പ്രായം കൂടിയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ എളുപ്പമാണ്. ഓക്കെ, എനിക്കിപ്പോൾ എത്ര വയസ്സുണ്ട്, ഇപ്പോൾ 90 വയസ്സുള്ള ഒരാളെ ആയിട്ട് അഭിനയിക്കാൻ എനിക്ക് എളുപ്പമാണ്. 90 വയസ്സുകാരനാവാനും നമുക്ക് മേക്കപ്പ് കൊണ്ട് സാധിക്കും. ഞാൻ 40-കാരനോ 35-കാരനുമായിട്ട് അഭിനയിച്ചത് വിശ്വസിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് എങ്ങാവാൻ നമ്മുടെ പ്രായത്തേക്കാൾ ചെറിയ പ്രായം അഭിനയിക്കാനാണ് അല്ലെങ്കിൽ ആ മേക്കപ്പ് കൊണ്ടുവരാനാണ് എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പ്രായമുള്ളത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ 18-കാരൻ KP ഉമർ എന്ന് പറഞ്ഞ നടൻ 19-ാമത്തെ വയസ്സിൽ 85-കാരനെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്. രാജേഷൻ എന്ന് പറയുന്ന സിനിമ. അത് എളുപ്പമാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. വൃദ്ധയായിട്ടും നമുക്ക് മേക്കപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ പ്രായം കുറഞ്ഞത് അഭിനയിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. പ്രായം കൂടുതൽ അഭിനയിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇതിനേക്കാളും വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ ഞാൻ കുറേ ഏജ്ഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളല്ലാത്തപ്പോൾ നമ്മൾ സിനിമയിൽ ഇതുപോലെ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ പലരും പറയാറുണ്ട്, ഈ സിനിമയിലൊന്നും കാണാത്ത പ്രായം ഇല്ലല്ലേ, അത് എൻജോയ് ചെയ്യാറുണ്ട്. അത് പ്ലഷറാണെന്ന് പറയും. പിന്നെ ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ ഈ പ്രായമുള്ള ഏജ്ഡായിട്ടുള്ള ആളുകളുടെ പ്രണയം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സിനിമ അതല്ല കേട്ടോ, പ്രധാന വിഷയം അതല്ല. അത് നിങ്ങൾ ട്രെയിലറിൽ കാണുന്ന ഒരു കഥയിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താണ്. അതിനേക്കാളും മറ്റു പല കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ പറയുന്നത്. അത് സിനിമ വേറെ വിഷയമാണ്. ഈ ഏജിലെന്ന് നമ്മൾ പറയുന്നത് നമ്മളെക്കാൾ ഏജ്ഡായ ആളുകളാണ് നമ്മൾ ഏജിലെന്ന് പറയാം. ശരിയാ. 18 വയസ്സുകാരന് 25 വയസ്സുകാരനെ പറയുന്നത് ഇയാൾക്ക് ഇത്രയും പ്രായമായില്ലേ എന്ന് പറയും. നമ്മൾ 25 വയസ്സുകാരനാകുമ്പോൾ നമ്മൾ 30 വയസ്സുകാരന് അതിനേക്കാൾ പ്രായമാക്കും. അപ്പോൾ 60 വയസ്സുകാരന് 50 വയസ്സുകാരനാണ് പ്രായമുള്ള ആളെന്ന് പറയുന്നത്. അല്ലാതെ 70 വയസ്സൊരാൾ ഇവന് വയസ്സായില്ലേ എന്ന് പറയില്ല. എപ്പോഴും നമ്മളാണ് നമ്മുടെ സ്കെയിൽ. അത് വെച്ചിട്ടാണ് അതാണ് നമ്മളെ റെഫർ ചെയ്തിട്ടാണ്. നമ്മളെക്കാൾ പൊക്കമുള്ള ഒരാൾ നമ്മൾ പൊക്കമുള്ള ആളെന്ന് പറയും, നമ്മളെക്കാൾ പൊക്കം കുറഞ്ഞ ഒരാളെ നമ്മൾ പൊക്കം കുറഞ്ഞ ആളെന്ന് പറയും. ഇപ്പം അമിതാഭ് ബച്ചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊക്കം കുറഞ്ഞ ആളാണ് അല്ലേ, എന്നെ വിളിച്ച് എന്നെക്കാൾ പൊക്കം കുറഞ്ഞ ഒരാൾക്ക് ഞാൻ നല്ല പൊക്കമുള്ള ആളാണ്. അപ്പം അങ്ങനെ ഒരു കമ്പാരിസൺ ഈ ഏജിൽ എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് റിലേറ്റീവാണ്. അല്ലാണ്ട് അതിന് ഇന്ന ഏജ് വരെ പ്രണയിക്കാൻ പാടുള്ളൂ, ഇന്ന ഏജ് വരെ ദേഷ്യപ്പെടാൻ പാടുള്ളൂ, ഇന്ന ഏജ് വരെ സന്തോഷിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ പ്രായമുള്ള ആൾ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. സ്കൂള് വിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നത്. അപ്പം നമ്മൾ അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമല്ലോ. അപ്പോൾ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കോളേജിലൊക്കെ പഠിക്കുന്നത് എന്നെക്കാൾ കുറച്ച് പ്രായമുള്ള 20 വയസ്സൊക്കെ കഷ്ടി കാണുമായിരിക്കും. കോളേജിൽ പഠിക്കുന്ന ഒരാൾ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പം എൻ്റെ മനസ്സിൽ ഇയാൾക്കൊക്കെ പ്രായമായില്ല, എന്നിട്ട് ഈ പെൺകുട്ടിയെ നോക്കി നിൽക്കുക. അവന് 20 വയസ്സായിട്ടുള്ളൂ. ശരിക്കും പ്രണയിക്കേണ്ട പ്രായം തന്നെയാണ്. അപ്പം എപ്പോഴും നമ്മൾ അങ്ങനെയാണ്. നമ്മുടെ പ്രായത്തെക്കാൾ കൂടുതലുള്ള ആളുകൾക്ക് ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഇല്ല. അതിന് ഇന്ന പ്രായം എന്നൊരു ലിമിറ്റൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകളാണ് എപ്പോഴും. നമ്മുടെ ഇപ്പോൾ വളരെ പ്രായം കുറഞ്ഞ ആളുകൾ 40-45 വയസ്സുള്ള ആളുകൾ വളരെ സീരിയസ് ആയിട്ടിരുന്ന് ചെറുപ്പക്കാരോട് സംസാരിക്കാതെ തമാശ പറയാതിരിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. 90 വയസ്സിന് മുകളിലുള്ള മധുസാർ ഞങ്ങളോടൊക്കെ വളരെ നല്ല തമാശകൾ പറഞ്ഞ്, അപ്പം നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ മധുസാറിനാണ് ചെറുപ്പം. ഇങ്ങനെ പറഞ്ഞ പോലെ ഞാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതാണ്. എനിക്ക് എന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് ജോണി എന്നുള്ളത് ഞാൻ നോക്കാറില്ല. എൻ്റെ കൂട്ടുകാരനാണ് ജോണി എന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്നെക്കാൾ പ്രായം കൂടുതലുള്ള ഒരാളെ വേറെ രീതിയിൽ കാണുകയും അങ്ങനെ ചെയ്യാറില്ല. നമ്മളെപ്പോഴും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് കൂടുതൽ ഇടപഴകുമ്പോൾ നമ്മൾ അവരുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുക. ബഹുമാനത്തിന് പ്രായ ഒരു പരിധി ഒന്നുമല്ല. അത് നമ്മൾ പ്രായം കുറഞ്ഞ ആളുകളും ബഹുമാനിക്കണം. ഞാൻ എൻ്റെ മക്കളെ ബഹുമാനിച്ചാണ് സംസാരിക്കുന്നത്. അവരോട് ഞാൻ ഒരു ഇത് വിട്ടിട്ട് ഞാൻ അവർക്ക് ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരെന്നോട് പറയുന്ന ഓരോ സജഷനും ഞാൻ കണക്കിലെടുക്കുന്നത്. ഇവൻ ആരോട് ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാതെ. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതിന് പ്രായവും പരിധിയൊന്നുമില്ല. അതുപോലെ തന്നെയാണ് പ്രണയത്തിനും. ഏത് പ്രായത്തിലും പ്രണയിക്കാം. ഇപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനിൽ പ്രണയം കാണിക്കുന്ന രീതികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ലിപ്സിംഗ് ഉള്ള പാട്ടുകളേ ഇല്ല. മരം ചുറ്റി ആരും ഓടുന്നില്ല, ആരും പാർക്കിൽ പോകുന്നില്ല, എല്ലാം കോഫി ഷോപ്പുകളിലേക്കും അല്ലെങ്കിൽ വാക്ക് വേയിലേക്കും ഒക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത്രയും കാലത്തെ ഒരു ബോഡി ഓഫ് വർക്ക് ഉണ്ടല്ലോ, ഇപ്പോൾ പ്രണയം കാണിക്കുന്ന രീതികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ തോന്നുന്നത് 80s to
2026 ആ മാറ്റം എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ജീവിതത്തിലുള്ള മാറ്റങ്ങൾ തന്നെ ഓ, എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. പടത്തിൽ ഇങ്ങനെയാണ് പ്രണയം കാണിക്കുക എന്നുള്ള ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. അത് തെറ്റിച്ചിട്ട് വേറെ പോലും കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യത്യസ്തമായി ഈ പ്രണയത്തിന് കാണിച്ചിട്ടുള്ളത് മലയാളം സിനിമയിലാണ്. നിങ്ങൾ മൊത്തത്തിൽ ഇന്ത്യൻ സിനിമ നോക്കിയാൽ കൂടുതൽ വ്യത്യസ്ത രീതികളിൽ പ്രണയം കാണിച്ചിരിക്കുന്നത് മലയാളം സിനിമയിലാണ്. അത് ചെമ്മീനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ മണിച്ചിത്രത്താഴായിരിക്കാം, അല്ലെങ്കിൽ വേറെ സാറിന്റെ നന്ദനമായിരിക്കാം. ഏതായാലും ഏത് പടം നിങ്ങൾ നോക്കിയാലും വ്യത്യസ്തത ഉള്ളത് മലയാളം സിനിമയിലാണ്. പിന്നെ ഈ പ്രണയം സിനിമയിൽ കാണിക്കുന്നത് മുഴുവൻ കോറിയോഗ്രാഫറുടെ പ്രണയമാണ്. കൊറിയോഗ്രാഫറാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഷോട്ട് വെച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണ് വേണ്ടത്, ക്ലോസപ്പിൽ ഇങ്ങനെയാണ് വേണ്ടത്, മിഡ് ഷോട്ടിൽ ഇങ്ങനെയാണ് വേണ്ടത്, വൈഡ് ഷോട്ടിൽ ഇങ്ങനെയാണ് വേണ്ടത്. ഇതൊക്കെയാണ് കൊറിയോഗ്രാഫിയുടെ ഒരു പ്രണയമാണ്. അല്ലാതെ ജീവിതത്തിൽ അതല്ലല്ലോ. ജീവിതത്തിൽ വേറെ പോലല്ലേ. അതേപോലെ കൊറിയോഗ്രാഫറിന്റെ മനസ്ഥിതി, പിന്നെ ഈ കഥയിലുള്ള ഒരു നീക്കം, കഥയിലുള്ള ഒരു വെറൈറ്റി, അതനുസരിച്ചിട്ടാണ് അവിടെ പ്രണയം കാണിക്കുന്നത് അല്ലേ. അല്ലാതെ നിങ്ങളിപ്പോൾ മനസ്സിൽ ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു പ്രണയം ഉണ്ടായി പോയാൽ അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ? തുറന്ന് കാണിക്കാൻ പറ്റുമോ? ഓ ഇങ്ങനെ ഞാൻ ഇതിന് പ്രണയിക്കുന്നു, ഇതിന് പ്രണയിക്കുന്നു. അത് സ്നേഹം, സാർ പറഞ്ഞ പോലെ സ്നേഹം, ഇഷ്ടം, പാഷൻ, അതൊക്കെ വേറെയാണ്. അതൊക്കെ വേറെയാണ്. അപ്പോൾ സിനിമറ്റിക് പ്രണയമാണ് ഞങ്ങൾ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ അന്നത്തെ കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടം, ദ സോഷ്യൽ റെവല്യൂഷൻ, ദ ടെക്നോളജിക്കൽ റെവല്യൂഷൻ, ഇതിലും പല മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അന്നത്തെ കാലത്തിൽ ഉണ്ടായിരുന്ന മാനസികമായി മാത്രമായിട്ടുള്ള ഒരു ചെറിയ ഭാവങ്ങളെയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ അതല്ല, ഇപ്പൊ ടെക്നിക്കലി പ്രകടിക്കുന്നതാണ്, കൂടുതൽ ടെക്നിക്കലാണ്. പിന്നെ ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ഗാഡ്ജറ്റ്സ്, പിന്നെ എന്താണ് വേണ്ടത് എല്ലാം ഉണ്ട്, കയ്യിലെല്ലാം ഉണ്ട്. അത് കണ്ടിട്ടാണ് ഇതുപോലത്തെ ഒരു ഇത് ചെയ്യണമല്ലോ, ഞാൻ ഇതുപോലത്തെ ഇത് കാണണമല്ലോ, ഇതുപോലത്തെ ഒരു പ്രണയിക്കുന്ന രീതി എനിക്ക് അവതരിപ്പിക്കണം, ഞാൻ ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു തോന്നലാണ് എല്ലാവർക്കും വന്നു പോകുന്നത്. അത് എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്, ഇത് കണ്ടിട്ട് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ അന്നത്തെ കാലത്ത് സ്വയം കാണിക്കുന്ന, പിന്നെ കൊറിയോഗ്രാഫർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇതിനെ മനസ്സിലാക്കിയിട്ട് കാണിക്കുന്ന, അത് മോസ്റ്റ് ചാലഞ്ചിങ് ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലത്തിനേക്കാൾ അന്ന് അത് ചാലഞ്ചിങ് ആയിരുന്നു. പ്രണയ ചാലഞ്ചിങ് ആയിരുന്നു സ്ക്രീനിലും ജീവിതത്തിലും. സ്ക്രീനിലും ജീവിതത്തിലും തീർച്ചയായും. ഇപ്പൊ അത് ഞാനൊന്നും പറയില്ല, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, നിങ്ങൾക്കറിയാം. മധുരവി ജീവിതത്തിലെ ലൈഫിനെ പറ്റിയിട്ടുള്ള ടേക്ക് എന്താ, പ്രണയത്തെ പറ്റിയുള്ള ടേക്ക് എന്താ? അത് ലൈഫിന്റെ പ്രണയം, പ്രണയത്തിന്റെ ലൈഫ്. കേട്ടോ, സാർ പറഞ്ഞ പോലെ ഒരു കുടുംബ ബന്ധമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ കുടുംബ ബന്ധം എന്ന് പറയുമ്പം ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനുണ്ട്, എൻ്റെ മകളുണ്ട്. ഈ തലമുറകളുടെ അവരുടെ ഒരു പെരുമാറ്റത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, വ്യത്യസ്തത ഉണ്ടല്ലോ. അത് ബാലൻസ് ചെയ്യുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എനിക്ക് അച്ഛനും അമ്മയും വലിയ ബഹുമാനമാണ്, മോളെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇതാണ്, അടുപ്പമാണ്, എല്ലാമാണ്. പക്ഷെ മോളുടെ വേറൊരു രീതിയാണ്, ചിന്തിക്കല് വേറെ രീതിയാണ്. അച്ഛനും അമ്മയും എങ്ങനെയാണെന്ന് ഞാൻ ചെറുപ്പം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബ്രിഡ്ജ് ആവുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബാലൻസിങ്, ദാറ്റ് ബാലൻസിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ ആ ബാലൻസിങ് ചെയ്യാൻ പറ്റാതെ ഒറ്റപ്പെട്ടു പോകുന്ന കുറേ ആൾക്കാരുണ്ട്. അച്ഛനുമില്ല, അമ്മനുമില്ല, അമ്മയുമില്ല, പിന്നെ മക്കളും അകന്നാണ് പോയിരിക്കുന്നത്. മകൻ അകന്ന് പോയിരിക്കുന്നു എന്ന് വെച്ചാൽ സ്നേഹമില്ല, ഒരു ബഹുമാനമില്ല എന്നുള്ള അർത്ഥമല്ല. പക്ഷെ അവരുടെ സാഹചര്യം, അവർക്ക് അങ്ങനെ വന്നു പോയി. അപ്പോഴാണ് ഉദയിക്കുന്നത് മനസ്സിൽ, എനിക്കൊരു കൂട്ടുകാരൻ വേണം, എനിക്കൊരു കമ്പാനിയൻ വേണം. ഒറ്റപ്പെടൽ. പിന്നെ ആരുമില്ലാതെ വരുന്ന ഒറ്റപ്പെടൽ വേറെയാണ്, എല്ലാവരോടൊപ്പം ജീവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒറ്റപ്പെടൽ വേറെയാണ്. ഈ രണ്ടിന്റെ ബാലൻസിങ് ആണ് ഈ പടത്തിലുള്ളത്.
ബ്യൂട്ടിഫുൾ, അടിപൊളി. സ്പായിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു, വളരെ ബിലീവബിൾ ആയിരുന്നു, ഭയങ്കര ടാക്ടിക്സ് ഒക്കെ ഉള്ള ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഭയങ്കര എളുപ്പത്തിൽ വിശ്വസിക്കാൻ പറ്റുമായിരുന്നു പൂജിതയെ. എന്താ ഈ മധുരമീ ജീവിതത്തിൽ പോയി ചെയ്താൽ ഒരു എൻ്റെ ഫിൽമോഗ്രഫിയിൽ ഒരു ആഡ് ഓൺ ആയിരിക്കും, അങ്ങനെ ഫീൽ ചെയ്തൊരു എലമെന്റ് എന്താണ്? നല്ല ഇമോഷണൽ ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. പിന്നെ ഇത്രയും വെറ്ററൻ ആക്ടേഴ്സിൻ്റെ കൂടെ, വെറ്ററൻ പെർഫോമേഴ്സിൻ്റെ കൂടെ പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് ഭയങ്കര അധികം എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു പക്ഷേ എൻ്റെ എൻറ്റയർ മൂവി കരിയറിൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഡെപ്ത് ഉള്ള ഒരു പെർഫോമൻസ് ചെയ്യാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി. ഇൻവോൾവ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിന്റെ തന്നെ ഡെപ്ത്. ഞാൻ കുറെ മൂവീസ് ഡെഫിനറ്റ്ലി കുറെ ഫാമിലി ഡ്രാമാസ് ചെയ്തിട്ടുണ്ട് മുന്നേ, പക്ഷേ കുറെ ഇമോഷൻസിന് നമ്മൾ ലൈക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതും ഓരോ ഇമോഷൻ നമ്മൾ ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ, അത് ഈ ഒരു മൂവിയിലൂടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോൾ അത് ഡെഫിനറ്റ്ലി എൻ്റെ കരിയറിൽ ഇൻ ടേംസ് ഓഫ് പെർഫോമൻസ്, ഇൻ ടേംസ് ഓഫ് എനിക്ക് പോർട്രേ ചെയ്യാൻ കിട്ടിയ ഒരു ക്യാരക്ടറിൽ ഞാൻ ഇത് 100% ഐ ഹോൾഡ് ഇറ്റ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇപ്പോൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സിലൊക്കെ തന്നെ കുറച്ച് ഭ്രാന്ത് ഉണ്ടെങ്കിൽ ഭയങ്കര എളുപ്പമാണ് വിശ്വസിക്കാൻ. അതൊരു ഹെൽപ്പും കൂടിയാണ്. പക്ഷേ രഘുവരനൊക്കെ വളരെ എളുപ്പത്തിൽ കുറച്ച് കിളിപ്പോയ ക്യാരക്ടേഴ്സിന് വളരെ ഈസി ആയിട്ട് ആളുകളിൽ ബിലീവ് ചെയ്യാൻ പറ്റും. ഇത് ഡയറക്ടേഴ്സോ മേക്കേഴ്സോ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത് നിനക്ക് ഭയങ്കര എളുപ്പമാണ്, നിന്റെ എളുപ്പത്തിൽ സൈക്കോ ഉണ്ടാക്കാൻ പറ്റും? അങ്ങനെ ഇപ്പൊ എന്നെ വിളിക്കുന്ന ക്യാരക്ടർ ഇപ്പൊ ചെയ്തേക്കുന്ന എല്ലാം അതുപോലെ ഏകദേശം അതാണ് വന്നിരിക്കുന്നത്. കുറച്ച് സൈക്കോ ആണ്. ഇത്തിരി വരുമ്പോൾ ചെറുതായിട്ട് കിളി പോയിട്ടുണ്ട്. ഇതിന്റെ വന്നപ്പം കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചെയ്തതിലും വ്യത്യാസമാണ്. അപ്പം ഞാൻ ആദ്യമേ തന്നെ ചോദിച്ചു ഇതും സൈക്കോണോ, അതാണ് വിളിക്കുന്നത്. അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൊരു സസ്പെൻസ് ഉള്ളതാണ്. അപ്പം എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. പ്രേക്ഷകരത് സ്വീകരിക്കും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ. സിദ്ദിഖ്, ഇപ്പോൾ ബന്ധങ്ങളെ പറ്റി പറയുമ്പോഴേ ഞാൻ ആ പുസ്തകം ഒന്നുകൂടി റെഫർ ചെയ്യണം. അപ്പോൾ അതിനകത്ത് അമ്മയെ പറ്റി ഒരു അധ്യായം തന്നെ സിദ്ദിഖ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം സിദ്ദിഖയുടെ പെർഫോമൻസിൻ്റെ തന്നെ ഒരു ബോഡി ഓഫ് വർക്ക് എടുക്കുമ്പോൾ ആളുകൾ ഏറ്റവും അധികം എടുത്ത് പറയുന്നതാണ് ഈ സന്ദേശത്തിലെ അമ്മ സീക്വൻസ്. അമ്മയുടെ ബാക്ക് സ്റ്റോറി മുഴുവനുമായിരുന്നു പറയുന്നത്. അവിടെ അമ്മയെ നമ്മൾ കാണിച്ചിട്ടില്ല, അമ്മയുടെ പേര് പറയുന്നില്ല. പക്ഷെ സ്റ്റിൽ സിദ്ദിഖയുടെ ചെറുപ്പകാലവും 10ാം ക്ലാസ്സിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഓടി വരുന്ന ദേഹത്ത് മണ്ണും പൊടിയൊക്കെ ആയിട്ടുള്ള ഒരു സ്ത്രീയൊക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്. അങ്ങനെ ഒരു അമ്മയെ ഓർമ്മ വരികയാണ്. ഇപ്പം ആളുകൾ ചെയ്യുന്നൊരു പ്രോസസ് ഉണ്ടല്ലോ, ശരിക്കുള്ള അങ്ങനെ ഒരു സീൻ അഭിനയിക്കണമെങ്കിൽ സ്വന്തം അമ്മയെ ആലോചിക്കുക, അല്ലെങ്കിൽ പരിചയമുള്ളൊരു അമ്മയെ ആലോചിക്കുക, അങ്ങനെ അത് ഇന്റേണലൈസ് ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു പെർഫോമൻസ് അത് കുറച്ചുകൂടി തുടക്കമാണല്ലോ സിദ്ദിഖയുടെ. എന്തായിരുന്നു അന്ന് മനസ്സിലുണ്ടായിരുന്നത്? ഈ പ്രോസസ്സൊക്കെ തന്നെയാണോ ചെയ്തത്? അല്ല, ഈ ഉദയഭാനുവിന്റെ അമ്മയും എൻ്റെ അമ്മയായിട്ട് ഒരു ബന്ധമില്ല. കാരണം വെച്ചാൽ ഉദയഭാനുവിന്റെ അമ്മ വളരെ എന്താ പറയാ, അങ്ങനത്തെ ഒരു പാവം പിടിച്ച സ്ത്രീയാണ്. അത്രയും മോനോട് ഇമോഷണൽ ആയിട്ടുള്ളൊരു ബന്ധമുള്ളൊരു സ്ത്രീയാണ്. അവർ അവസാനം ആ ഫീസ് അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റിൽ മോനെ ഉദയ എന്ന് വിളിക്കുന്നതിൻ്റെ ആ ഇതൊക്കെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു നനവൊക്കെ ഒരു ആർദ്രതയൊക്കെ വളരെ കൂടുതലാണ്. എൻ്റെ ഉമ്മ ഒരു ഹെഡ് മിസ്ട്രസിനെ പോലെയായിരുന്നു വീട്ടിൽ. ഉമ്മ പഠിച്ചിട്ടൊന്നുമില്ല, ഉമ്മ സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ല. മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക, അന്ന് ഖുറാനൊക്കെ ഓതാൻ പഠിച്ചെന്നല്ലാതെ സ്കൂളിൽ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സ്കൂളിൽ പഠിക്കാത്ത ഉമ്മ എനിക്ക് ടേബിൾ മാനേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാനൊരു ഇരിക്കുമ്പോൾ നമ്മൾ സ്പൂണും പ്ലേറ്റും കൂടെ വരഞ്ഞിട്ട് ശബ്ദം ഉണ്ടാക്കരുതെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു ഭക്ഷണം ചവയ്ക്കുമ്പോൾ ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചവക്കണം, നമ്മൾ ചവയ്ക്കുന്ന ശബ്ദം വേറൊരാൾ കേൾക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണ മേശയിൽ നമ്മൾ ഉറക്കെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിയുന്നത്ര സംസാരിക്കരുതെന്നാണ്, ഉറക്കെ സംസാരിക്കരുതെന്ന് പറഞ്ഞത്. അപ്പം എന്നും എനിക്ക് എൻ്റെ ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മ മുഴുവൻ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. എപ്പോഴും എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. വൃത്തി, ഏറ്റവും നീറ്റ്നെസ് ഏറ്റവും കൃത്യമായി അത് പാലിക്കണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ എന്നും ഒരു ഹെഡ് മിസ്ട്രസിൻ്റെ ഒരു രൂപമാണ് എനിക്കെപ്പോഴും ഉമ്മ എപ്പോഴും പഠിപ്പിക്കലായിരുന്നു. അല്ലാതെ അങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ സ്നേഹിക്കുക, എന്നെ മോനെ എന്ന് വിളിക്കുക, മോനെ എന്നൊന്നും വിളിച്ചാൽ എനിക്ക് എന്നെ ഓർമ്മ പോലും ഏടാന്നൊക്കെ തന്നെ വിളിക്കുള്ളൂ. അങ്ങനെയാണ്. അപ്പം അതൊരു പരിഭവമായിട്ടൊന്നും ഉള്ളിൽ വന്നിട്ടേ ഇല്ല. ഇല്ല, അത് എന്നെ അങ്ങനെ രൂപപ്പെടുത്തി അങ്ങനെയാണ് മോൾഡ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറൊരു വീട്ടിൽ പോയാൽ, അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാൽ അവിടെ എങ്ങനെ പെരുമാറണം, അവിടുത്തെ ഇന്ന സാധനങ്ങൾ തുടരുത്, അതുകൊണ്ട് ദോഷം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരിക്കൽ എൻ്റെ ഒരു ഉമ്മയുടെ ബ്രദറിൻ്റെ വീട്ടിൽ പോയിട്ട്, അപ്പം ഞങ്ങളൊരു ഉച്ചയായപ്പോൾ അവിടെ എത്തി. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരിക്കാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഭക്ഷണം വേണ്ട. എന്താ കഴിക്കാത്ത? ഞാൻ ചെറുതാണ്, ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പോൾ അവന് വേണ്ടായിരിക്കും എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നീട് വൈകുന്നേരവും
ഒരു സ്നാക്സൊക്കെ തന്നപ്പോഴും ഞാൻ കഴിക്കാതെയൊക്കെ ഇരുന്നു. രാത്രി കഴിക്കാതെ ആയപ്പോൾ ഇവർക്കൊക്കെ പ്രശ്നമായി. ഉമ്മ ചോദിച്ചു എൻ്റെ അടുത്ത് എന്താ കഴിക്കാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞപ്പോൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് അവർ തരുന്നതൊക്കെ ആദ്യം തന്നെ മേടിച്ച് കഴിക്കരുത്. ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചേക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെന്ന് അവരെന്തെങ്കിലും ഒന്ന് ഉടനെ അത് വാങ്ങി കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് തരുന്നത് കഴിക്കാനേ പാടില്ല എന്ന് വിചാരിച്ചു വെച്ചേക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് പഠിപ്പിക്കുകയും അത്തരം ഇതൊക്കെ പിന്നീട് എനിക്ക് പല സന്ദർഭങ്ങളിലും പല രീതിയിലും അത് ഗുണപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഞാൻ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ ആദ്യമായിട്ടൊരു സീൻ അഭിനയിക്കാൻ വരുന്ന ചെറിയ റോൾ അല്ലെങ്കിൽ അല്പം ഭേദപ്പെട്ട റോൾ അഭിനയിക്കാൻ വരുന്ന പല ആളുകളും നമ്മളെ മുഷിപ്പിക്കുകയും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൊളീഗ്സ് അവരോട് മുഷിച്ച് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇയാളോട് മാറി നിൽക്കാൻ പറയാമെന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാനൊരു സിനിമയിൽ വളരെ ചെറിയ റോൾ ചെയ്യാൻ ചെന്ന സമയത്ത് ആദ്യമായിട്ട് സിനിമ ക്യാമറയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അതിനകത്ത് ഹീറോ മമ്മൂക്കയാണ്. മമ്മൂക്ക ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു ഇതാണോ സിദ്ദിഖ് എന്ന് ചോദിച്ചു. അപ്പോൾ തമ്പി കാണുന്നതാണ് പറഞ്ഞു അതെ വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് വാന്ന് പറഞ്ഞ് വിളിച്ചതാണ്, ഇന്ന് വരെ പോകുന്നു പറഞ്ഞിട്ടില്ല. സോ സ്വീറ്റ്. ആ ഫസ്റ്റ് കാണൽ എന്നെ വിളിച്ചിട്ട് മമ്മൂക്കയുടെ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ തൊട്ട് സംസാരിക്കുന്നു. അപ്പം ഞാൻ അന്ന് എന്നെ അങ്ങനെ അടുപ്പിക്കേണ്ട കാര്യം പോലും ഇല്ല, വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ പുതിയ ഒരാളുകൾ വരുന്ന പലരെയും നമ്മൾ ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ പെരുമാറ്റത്തിൻ്റെയും അവർ ചിലപ്പോൾ ഒരു ഓവർ എക്സൈറ്റഡ് ആയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ എനിക്ക് അന്ന് അങ്ങനെ ഒരു ഇപ്പം മമ്മൂക്കാനെ പോലുള്ള ഒരു അന്നേ മമ്മൂക്ക സൂപ്പർ സ്റ്റാറാണ്. അങ്ങനെ ഒരാളെ ഇമ്പ്രസ് ചെയ്യാൻ ഞാൻ ഒന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. നമുക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് തന്ന ചില കാര്യങ്ങളും അതിൽ നിന്ന് ഞാൻ അങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. അപ്പോൾ അത് സിനിമയിലെ കഥാപാത്രത്തിനല്ല എനിക്ക് അത് ഉപകാരപ്പെട്ടിട്ടുള്ളത്, എൻ്റെ ബാക്കിയുള്ളവരോട് ഞാൻ ഇടപെടുന്ന രീതിയിലാണ് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ ഉമ്മയിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള പാഠങ്ങൾ കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുള്ളത്. ഇപ്പം സിദ്ദിഖയുടെയും ജോണിയൻ ചേട്ടൻ്റെയും ഈ ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിധം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജോണിയൻ ചേട്ടൻ്റെ ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എടുത്ത രംഗം മാത്രം എടുക്കുകയാണെങ്കിൽ ഇത്ര നല്ലതൊന്നും ആവണ്ട, ഇത്ര നല്ല ആളുകളെയൊന്നും ഈ ലോകം ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ആ തുടക്കം തൊട്ടേ ആ വിഷമമുണ്ട്, ആ ഇമോഷനുണ്ട്. പക്ഷേ സിദ്ദിഖയുടെ പല ഇമോഷണൽ രംഗങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഞാൻ കോമൺ ആയിട്ടൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സന്ദേശത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആൻമേരിയ കൽപ്പിലാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൺഡേ ഹോളിഡേ ഒക്കെ എടുക്കുകയാണെങ്കിൽ തുടങ്ങുന്നത് വളരെ ലൈറ്റായിട്ടായിരിക്കും. അതായത് എനിക്കൊരു ഉമ്മയുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുണ്ട്, അമ്മ ആണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കണി. അപ്പോൾ അപ്പോഴൊക്കെ ലൈറ്റാണ്. പിന്നെ അവിടുന്ന് കയറി സിദ്ദിഖ് കരയുമ്പോൾ നമ്മളും കരയും. ഇതൊരു മോഡ് ഓഫ് ഓപ്പറൻറ്റി ആയിട്ട് എങ്ങനെ വെച്ചിരിക്കുകയാണ്? മനഃപൂർവ്വം ചെയ്യുന്നതല്ലത്. അത് ഇപ്പം നമ്മൾ ആ സീൻ എന്താണെന്ന് മനസ്സിലാക്കി ആ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ പറയുന്ന സംഭാഷണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ്. ഒരിക്കലും ആ സംഭാഷണ രീതി ഇപ്പോൾ സന്ദേശത്തിലെ സംഭാഷണം നമ്മൾ എടുക്കുകയാണെങ്കിൽ അമ്മയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഫീസൊന്നും സമയത്തിന് കൊടുക്കാൻ പറ്റാറില്ല, ഫൈനിൻ്റെ ഫൈനും ഒക്കെ ആവും. അപ്പോൾ അവസാനത്തെ ദിവസം ഫീസ് കൊടുക്കാതെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കാണാം പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്തിട്ട് മുഷിഞ്ഞ നോട്ടുകൾ കയ്യിൽ വെച്ചിട്ട് ജനലിൽ വന്നിട്ട് അമ്മ മോനെ ഉദയാന്ന് വിളിക്കും. എന്നിട്ട് ആ കയ്യിലിരിക്കുന്ന നോട്ടുകൾ എൻ്റെ കയ്യിലേക്ക് വെച്ച് തരും എന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ തുടക്കം തൊട്ട് അമ്മയുടെ കാര്യം പറയുമ്പോൾ ഒന്നും പറഞ്ഞിട്ട് കരയേണ്ട കാര്യമില്ല. ഏറ്റവും വിഷമിക്കുന്നത് അവസാനം കൊണ്ടുവന്ന തരുന്ന പോയിന്റിലാണ് അത് വിഷമിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞ് പൊട്ടിപ്പോകുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. അല്ല നമ്മൾ ആദ്യമേ തന്നെ അതിന് ലൗഡ് ആവേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് പൊതുവേ ഒരു ആക്ടിങ് ലൗഡ് ആവുന്നതിനോട് എൻ്റെ അങ്ങനൊരു അത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരു കുറച്ചും കൂടെ ഒരു സെറ്റിലിറ്റിക്കാണ് എപ്പോഴും ഞാൻ ശ്രമിക്കാറുള്ളത്. ഏറ്റവും സെറ്റിലായിട്ട് ഇപ്പം ആദ്യകാലത്തൊക്കെ അങ്ങനെ പറഞ്ഞാൽ അവസാനം ചിലപ്പോൾ കണ്ടവിടറി പോകുന്നെങ്കിൽ പോലും ഇപ്പം ഈ സിനിമയിലൊക്കെ നോക്കിയാൽ കണ്ടവിടറുന്ന സമയത്ത് പോലും ഞാനത് ചെയ്യാതെ നോക്കിയിട്ടുണ്ട്, സെറ്റിലാവാൻ നോക്കിയിട്ടുണ്ട്. നമ്മളല്ലല്ലോ കരയേണ്ടത്, കേൾക്കുന്ന ആളുകൾക്കല്ലേ ഫീൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ലൗഡർ ആക്ടിങ് ഇഷ്ടപ്പെടാത്ത ഒരാളെ ഇഷ്ടപ്പെടാൻ മീൻസ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ മറ്റുള്ളവരുടെ പലരുടെയും ലൗഡർ ആക്ടിങ് എനിക്ക് ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്, അവരങ്ങനെ പെർഫോം ചെയ്യുന്നത് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എപ്പോഴും അത് കുറെ കൂടെ സെറ്റിലാക്കി കൊണ്ടുവരാനാണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ജോണിയൻ ചേട്ടന് ഏതാ ഇഷ്ടം? ഈ പാറാട്ടിലൊക്കെ പോലെ ഇളകിയാടലാണോ ഇഷ്ടം, അതോ ഇപ്പോൾ നമ്മുടെ തല്ലുമാലയിലൊക്കെ പോലെ നിന്റെ ഏറ്റവും നല്ല അടി ഇതായിരുന്നടാ കഴിഞ്ഞു അവിടെ ആ വേദന ഇമോഷനും രജിസ്റ്റേർഡ് ആണ്? ഏതാ കൂടുതൽ ഇഷ്ടം ചെയ്യാൻ, ഇളകിയാടലാണോ സെറ്റിലാണോ? വിഷ്ണുവിന്റെ പ്രോബ്ലം വിഷ്ണു ഇന്റർവ്യൂ ചെയ്യുന്ന പോലല്ല വേറൊരാൾ ഇന്റർവ്യൂ ചെയ്യുന്നു. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലത്തും അവർക്ക് വേണ്ടത് കൊടുക്കുക, ആ സിറ്റുവേഷൻ അനുസരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സന്ദേശത്തിലെ സീനല്ല പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ സീൻ. ടെസ്റ്റ് മത്സരവും 2020 മത്സരമായിട്ടുള്ള വ്യത്യാസമുണ്ട്.
സന്ദേശം ഞാൻ സിദ്ദിഖിന്റെ ക്യാരക്ടർ ആദ്യം മുതലേ ഇങ്ങനെ ആ ക്യാരക്ടറിന് തന്നെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഏതാ ചിലഞ്ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു മകനോ മരുമോനോ ഒക്കെ സിദ്ദിഖിനുണ്ട്. ഇങ്ങനെ ഒരാളാണ് ആ കുടുംബത്തിൽ ശരിക്കും വേണ്ടത്. അല്ലേ? കാരണം ടേസ്റ്റ് ഒരു ആണെന്നാണ്, മണ്ണിനെ ഇഷ്ടപ്പെടുന്നു. ആ കഥ പറഞ്ഞപ്പം അതൊക്കെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്താ ഒടിഞ്ഞ് മുദ്രക്കല്ലടിച്ച് ഹോസ്പിറ്റലിൽ ഇരിക്കുക, ഒറ്റ തീരേ ഉള്ളൂ. ഇതിന്റെ തുടക്കം പോലെ പറഞ്ഞു തന്നെ അവനെ സംബന്ധിച്ചിടത്തോളം തീർന്നു, അവിടെ അടിക്കണം, അവിടെ തീർന്നു, പുള്ളി തീർന്നു. തീർന്നിട്ട് പറഞ്ഞല്ലോ നിന്നെ പോലെ ഒരാൾക്ക് ഈ നാട് അൺഫിറ്റാടാ, നീ സ്ഥലം വിട്ടു എന്ന് പറയുന്നതാണ്. അതാ നീ സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിടത്ത് മാത്രം ഫീൽ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറയുന്ന വിഷമം എൻ്റെ വിഷമമല്ല, വേറൊരാളുടെ വിഷമം വേറൊരാളുടെ ഷെയർ, നീ പൊക്കോടാ എന്ന് പറയുന്നത്. അപ്പം സിറ്റുവേഷൻസ് വ്യത്യാസമുണ്ട്. തല്ലുമാലയിലെ വളരെ സീരിയസ് ആയിട്ടുള്ള അപ്പന, സ്നേഹമുണ്ട് മകനോട്, മകൻ കുസൃതി ഉണ്ടെങ്കിലും അങ്ങനെ അത് എന്നാൽ പ്രകടിക്കുമ്പോൾ ഒന്ന് കൊണ്ട് തരാം. അവരും മറ്റേ തേങ്ങാച്ചോറ് കൊണ്ടുവരാം, കുമ്പളങ്ങ കറി മേടിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. മറ്റേ ആറാട്ടിൽ തന്നെയാണ്, ആറാട്ടിലൊരു ഇളകി നിൽക്കുന്ന ഒരു അമ്പിളിച്ചെന്നെ അനിപ്പൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ വ്യത്യാസങ്ങളാണ്, നമ്മൾ എവിടെ ചെല്ലുന്നു, എന്ത് വേണമെന്നു, എന്ത് ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് തന്നെയാണ് കഥാപാത്രങ്ങൾ. ഒരു കഥാപാത്രം പോലെ വേറൊരു കഥാപാത്രം ഇല്ല. ഇപ്പൊ ലവിൽ ഞാൻ അപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ജോൻ ജോയിൽ അപ്പനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഹൃദയത്തിൽ അപ്പനായിട്ട് ഒരുപാട് പടങ്ങളില്ല. പക്ഷെ ഇതിൽ ഓരോന്നും നോക്കിയോ നിങ്ങൾ, ഓരോ ഇമോഷനോ അല്ലെങ്കിൽ തമാശയൊക്കെ വ്യത്യസ്തമായിരിക്കും എന്തിലെങ്കിലും. അതുകൊണ്ടാണ് മിക്കവാറും പറയുന്നത് നടന്മാർ എല്ലാ പടത്തിലും ഒരുപോലാന്ന് പറയാൻ വളരെ പാടാണ്. എന്തിലെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അത് എത്ര ഒരേപോലെ മേക്കപ്പ് ചെയ്ത് വന്നാലും ഒരാൾ വ്യത്യസ്തനാകുന്നത് ആ സിറ്റുവേഷനും ആ ഡയറക്ടർ ആവശ്യപ്പെടുന്ന ആ നമ്മൾ ചെയ്യിക്കുന്ന രീതിയൊക്കെയാണ് ഒരു നടനെ വ്യത്യസ്തനാക്കുന്നത്. ഈ സംവിധായകൻ ആവശ്യപ്പെടുമെന്ന് പറയല്ലേ, ഇപ്പൊ ധോണി പറഞ്ഞില്ലേ, അത് ഇതിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. നമ്മളുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ഡയറക്ടർ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഡയറക്ടർ ഓക്കെ എന്ന് പറയിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറുടെ ആദ്യത്തെ ഡ്യൂട്ടി. നമ്മൾ അത് ഹാപ്പിയാക്കേ പറ്റൂ. അല്ലാതെ ഒരു ഡയറക്ടർ ഇത് ശരിയായില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ശരിയാണെന്ന് പറഞ്ഞ് സ്ഥാപിച്ച് വരാൻ പറ്റില്ല. അപ്പം എനിക്കതിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റും നമ്മുടെ ഷാജി എൻ കരുൺ. ഷാജി സാറിൻ്റെ കൂടെ ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഷാജി സാർ പറഞ്ഞു തരുന്ന പോലെ അത്രയൊന്നും ഒരു ഡയറക്ടറും പറഞ്ഞു തരില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ സ്വഭാനം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ ജയറാമിനെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നൊരു സീനുണ്ട്. ഞാൻ വിളിച്ചിട്ട് ജയറാമിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വിളിച്ചാണ്. അപ്പോൾ എന്നിട്ട് ഇരുന്നിട്ടാണ് അതിൻ്റെ സംഭാഷണങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഷാജി സാർ എന്നോട് പറഞ്ഞത് ഇയാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്രീസിയേഷൻ ഉള്ളിലുണ്ട്, പക്ഷെ അത് മുഖത്ത് കാണിക്കണ്ട. ഇയാളോട് ശരിക്കും പറഞ്ഞാൽ ഒരു പുച്ഛമാണ്. കാരണം തന്നെക്കാളുമൊക്കെ അറിവുള്ള ഒരാളാണ് ഞാൻ, എനിക്കിതിനേക്കാളും വലിയ സംഗതികളൊക്കെ അറിയാം, അത് ഉള്ളിലുണ്ട്, പക്ഷെ അത് മുഖത്ത് കാണിക്കണ്ട. ഞാൻ സാർ ഇത്രയൊക്കെ കൂടെ പറഞ്ഞ് എനിക്ക് ഇത്രയൊന്നും അറിഞ്ഞൂടാ, ഇത്രയൊന്നും അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ് അല്ല ഇത് കിടന്നോട്ടെ, ഇതിങ്ങനെ ഇതിങ്ങനെ ഫീഡ് ചെയ്ത് തരും നമുക്ക്. ഇതെല്ലാം കൂടെ നമുക്ക് ചിലപ്പോൾ പ്രതിഫലിപ്പിക്കാനൊക്കെ പറ്റിയില്ല എന്ന് വരും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതുണ്ടെങ്കിൽ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ അറിയാതെ വരും. അപ്പം ഇതാണ് ഈ സംവിധായകന്റെ കയ്യിലെ കളിമണ്ണാണ് ആക്ടർ എന്ന് പറയില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ സുരേഷ് ഗോപിയാണ് മറുപടി പറഞ്ഞത്, പക്ഷെ കളിമണ്ണായിരിക്കണം കേട്ടോ, കുഴിമണ്ണാവരുത്, അത് മോൾഡ് ചെയ്യാൻ പറ്റില്ല, അന്ന് കളിമണ്ണ് തന്നെ കിട്ടണം, കളിമണ്ണാണ്. അപ്പം നമ്മൾ കളിമണ്ണായിരിക്കണം, നമ്മളെ മോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് ഇവർക്കിത് ചെയ്യിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവർ മോൾഡ് ചെയ്തും കൂടെ എടുക്കണം. അല്ലാതെ നമുക്കൊരു വെറുതെ ഒരു പേപ്പറിൽ എന്തെങ്കിലും എഴുതി തന്നിട്ട് തോന്നിയ പോലെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ആക്ടർ നന്നാവില്ല. അയാളെ പറഞ്ഞിങ്ങനെ തീയിലിട്ട് പഴുപ്പിച്ചെടുക്കുന്നത് പോലെ പലതും ഫീഡ് ചെയ്ത് തന്ന് ഇതിൻ്റെ പല ഇൻ്റർപ്രിട്ടേഷൻ ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞു വന്ന്, അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ വന്നിട്ട് അതല്ല, അത്ര ഇമോഷണൽ ആവണ്ട, അത് പിന്നീട് നമ്മൾ വേറെ സീനിൽ പറയുന്നുണ്ട്. ഇപ്പോൾ പ്ലെയിനായിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതാണ് നമ്മൾ പറയില്ലേ, ഇപ്പം നമുക്ക് ഒരിക്കൽ പറഞ്ഞു ഉരച്ചാണ് മിനുങ്ങിയത്, ഇനി ഉരച്ചാൽ ഇനിയും മിനുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഒരുപാട് പേര് ഉരച്ചാണ് ഇതുപോലെ മിനുക്കി എടുത്തത്. ഇനിയും ആരെങ്കിലും ഒക്കെ ഒന്ന് ഉരയ്ക്കണം, ഉരച്ചാൽ ഇനിയും നന്നാവുമായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഉരക്കലിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എവിടെ എന്ത് ആവശ്യമുണ്ടോ അവിടെ അത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു നടന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞതിന്റെ ഒരു ഇതാണ്. നമ്മൾ അങ്ങനെ പലരും പലതും പറഞ്ഞ് ചെയ്യിച്ചും പല ടിപ്സ് പറഞ്ഞു തന്നുമാണ് നമ്മളിങ്ങനെ മോൾഡ് ചെയ്ത് ഒരുപാട് മലകളിൽ കൂടെ ഉരുണ്ടും പല നദികളിൽ കൂടെ ഒഴുകിയാണല്ലോ ഒരു കല്ലിങ്ങനെ മെഴുകി വരുന്നത്. അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാനേ കുറച്ച് ട്രിക്കി ആയ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. എളുപ്പമല്ല ഇതിന് ഇത്രയും നേരമൊക്കെ എന്തൊക്കെ അതായത് ശ്രീ മോഹൻലാലായിട്ടും ശ്രീ മമ്മൂട്ടിയായിട്ടും ഒരേപോലെ സൗഹൃദവും സ്നേഹവും പങ്കിടുന്ന ഒരാളാണല്ലോ.
ഇത് രണ്ട് ശത്രു രാജ്യങ്ങളല്ല. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ഒരേപോലെ സൗഹൃദം പങ്കിടുകയാണ് ബുദ്ധിമുട്ടുള്ളത്. ഇത് വേറെ 2-3 സുഹൃത്തുക്കളാണെന്നേ ഉള്ളൂ. പറഞ്ഞിട്ടപ്പോ അങ്ങനെ ഇവരായിട്ട് വലിയ സൗഹൃദമുണ്ട്. ഇപ്പൊ ഇവർ രണ്ടുപേരുടെയും പ്രണയം സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതിന് വെച്ചുകൊണ്ടാണ് ഒരു മലയാളി പലപ്പോഴും പ്രണയിക്കാൻ പഠിച്ചത്. ശ്രീ മോഹൻലാൽ വളരെ ഇൻറ്റിമസിയോട് കൂടിയിട്ട് വളരെ ഫിസിക്കലി ഇൻവോൾവ്ഡ് ആയിട്ടൊക്കെ മറ്റേ ആക്ട്രസിനോട് എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വീഴ്ത്തുന്ന രീതികൾ. അപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടി ഡിസ്റ്റൻസ് പാലിച്ചുകൊണ്ട് വാക്കുകളിലൂടെ ഇപ്പം മഴയത്ത് മുമ്പിലൊക്കെ പ്രണയമൊക്കെ അൾട്ടിമേറ്റ് ആണ്, സ്റ്റാൻഡേർഡാണ്. ആരാണ് ഏറ്റവും നന്നായി പ്രണയം അഭിനയിക്കുന്നത്? ഒരു സിനിമാ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ ഇഷ്ടമുള്ള പ്രണയം ആരുടെയാണ്? ശ്രീ ഞാനാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല എനിക്ക്. പക്ഷെ പ്രണയം കൂടുതൽ അഭിനയിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള മോഹൻലാലിന്റെ പ്രണയങ്ങളാണ് ഞാൻ റിലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് പ്രണയിക്കണമെന്നൊരു ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിന്റെ പ്രണയമാണ്. ലാൽ പ്രണയത്തെ കാണുന്നതും അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് ലാൽ അടുപ്പമാവുന്നതും ഒക്കെ ലാൽ സ്ക്രീനിൽ അഭിനയിച്ചിട്ടുള്ളതിനോടാണ് എനിക്ക് കുറച്ച് കൂടുതലൊരു ഇഷ്ടം തോന്നുന്നത്. കാരണം എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്നെ കൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു പ്രണയം അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് പറ്റാത്തത് ഒരാൾ കഴിയുമ്പോഴാണ്. എനിക്കൊരാൾ വയലിൻ വായിക്കുമ്പോൾ അത്ഭുതമാണ്, എനിക്കൊരാൾ തബല വായിക്കുന്നത് കാണുമ്പോൾ അത്ഭുതമാണ്, ദാസേട്ടൻ പാടുന്ന കാണുമ്പോൾ ഞാൻ കോരിത്തരിച്ചിരിക്കും. കാരണം ഇതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്, ശ്രമിച്ചാൽ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ മമ്മൂക്ക അങ്ങനത്തെ ഒരു പ്രണയം അഭിനയിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മമ്മൂക്കാനോട് പ്രണയം പെൺകുട്ടികൾക്കുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം എനിക്കിപ്പോഴും മമ്മൂക്ക വേറൊരു പെണ്ണിനെ പ്രണയിക്കുന്നതായിട്ട് ഒരു പ്രണയാഭ്യർത്ഥന നടത്തായിട്ട് സ്ക്രീനിൽ കാണുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്കിഷ്ടം ആ പെൺകുട്ടി പോയി മമ്മൂക്കാനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതാണ് ഇഷ്ടം. അതേസമയത്ത് മോഹൻലാൽ പോയിട്ട് ഒരു പ്രണയാഭ്യർത്ഥന നടത്തുന്നതിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നത് കാണാനായിട്ട്. ആരുടെ പ്രണയം ഇഷ്ടം? എനിക്ക് രണ്ടുപേരുടെ പടങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പൊ മണിമത്തൂരിലായാലും ശിവരാത്രികൾ, അതിൽ മമ്മൂക്കയുടെ ഒരു പ്രണയം ഉള്ളിൽ വെച്ചിട്ട് വീർപ്പ് മുട്ടുന്ന ഒരവസ്ഥ. അത് ഭയങ്കര അത്ര റോളുകൾ മമ്മൂക്ക ഭയങ്കര നമുക്ക് തോന്നുകയില്ല ഒന്ന് പറഞ്ഞത് അല്ലെ. അവരങ്ങ് പിന്നെ പാട്ട് അങ്ങനെയുള്ള പടങ്ങൾ നമുക്ക് ഇഷ്ടം. ലാലേട്ടൻ ഈ പറഞ്ഞ സിദ്ദിഖേട്ടൻ പറഞ്ഞ പോലെ കുസൃതി പുള്ളിക്ക് കിട്ടുന്ന റോളുകൾ അങ്ങനത്തെ റോളുകളാണ്. ഇപ്പൊ മറ്റേ ഗാഥ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി, അല്ലെങ്കിൽ എന്റെ കല്യാണിക്കുട്ടി, ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മള് നമുക്ക് അന്ന് മുതൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എന്നാ പറയണ്ടേ അത്തരം കഥാപാത്രങ്ങൾ, കുറച്ച് സീരിയസ് കഥാപാത്രങ്ങൾ, അങ്ങനെ മെച്ചുവേർഡ് ലവ് ആയിരുന്നു നമുക്കൊക്കെ. ഒരു ക്യാമ്പസ് ഒന്നും അങ്ങനെ അധികം എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു രീതി എൻജോയ് ചെയ്യാൻ അധികം പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മണിവത്തൂരിലായാലും ശിവരാത്രികൾ കണ്ടു. ഞങ്ങളൊരു പ്രിവ്യൂ ആണ് കണ്ടത്. ഞാൻ സിനിമയിൽ വന്ന സമയത്തൊക്കെയാണ് മണിവത്തൂരിലെ ശിവരാത്രി. അപ്പം മദ്രാസിൽ നീ പ്രിവ്യൂ കാണല്ലോ. അപ്പം ഞാനും ഇന്നസെൻ്റ് ഏട്ടനും കൂടെയാണ് ഞങ്ങൾ വേറെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതിൻ്റെ പ്രിവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നസെൻ്റ് ഏട്ടനാണ് എന്നെ കൊണ്ടുപോയപ്പോൾ. മണിവത്തൂരായാലും ശിവരാത്രികളിൽ ഈ മമ്മൂട്ടി സുഹാസിനിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. രാത്രി വീട്ടിൽ വന്ന് ഇവര് ഒരു സീനൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് എല്ലാം കഴിഞ്ഞപ്പം സോമേട്ടൻ പറയും, അച്ഛൻ സോമേട്ടൻ സോമേട്ടൻ സുഹാസിനോട് പറയും മമ്മൂട്ടിയെ കൊണ്ടുപോയി വിട്ടിട്ട് വരാൻ പറയും, കൊണ്ടുപോയി ഒന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറയും രാത്രി. അപ്പം ഇന്നസെൻ്റ് ഏട്ടൻ നമ്മുടെയൊക്കെ വീട്ടിലെ പോലെ തന്നെ അതെന്താ ഇന്നസെൻ്റ് എൻ്റെ വീട്ടിലെങ്ങനെയാടാ, എൻ്റെ സുഹൃത്തുക്കളൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ എന്നായിട്ടൊക്കെ സംസാരിച്ചെന്ന് പോരാൻ നേരത്ത് അപ്പൻ എൻ്റെ പെങ്ങളോട് പറയും, എടി നീ ഇവനെ കൊണ്ടുപോയിട്ടൊന്ന് ആക്കിയിട്ട് ഇന്ന് രാത്രി വരണമെന്നില്ല, നാളെ വന്നാലും പറഞ്ഞു. എനിക്ക് മണിവത്തൂരിലെ ശിവരാത്രി കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഇന്നസെൻ്റ് ഏട്ടൻ പറഞ്ഞ ആ സീനാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെയാണ്. രാത്രി എൻ്റെ പെങ്ങന്മാരെ കൂട്ടി വിടും, എൻ്റെ കൂട്ടുകാരോടെ വിട്ടിട്ട് പറയും നീ ഇവനെ കൊണ്ടാക്കിയിട്ട് ഇന്ന് പോരണ്ട, ഇന്ന് നീ അവിടെ നിന്നോ, എന്നിട്ട് നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ആവശ്യം എപ്പോഴും ഒരുപാട് മിസ് ചെയ്യുന്ന ഇന്നസെൻ്റ് ഏട്ടനെയൊക്കെ നമ്മള്. ഏത് വിഷയവും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ മലയാള സിനിമയുള്ളത്. ഇപ്പം ലോക പോലൊരു സിനിമയായാലും ഒട്ടും താര പരിവേഷമില്ലാത്ത വാഴ പോലത്തെ ഒരു സിനിമ 150 കോടിയാണ് ഇവിടെ കളക്ട് ചെയ്യുന്നത്. അപ്പം എന്തവസ്ഥയ്ക്കും പരുവപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മലയാളികൾക്ക് എപ്പോഴും പ്രിയങ്കരവുമാണ്. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറൊക്കെ ഏറ്റെടുത്തൊരു സമയമുണ്ടല്ലോ. അപ്പോൾ ആ വിധത്തിൽ ആ രീതിയിൽ മധുരമീ ജീവിതം ശ്രദ്ധിക്കപ്പെടട്ടെ, സിനിമ സംസാരിക്കട്ടെ. 5 പേരുടെ നേരത്തിന് ഒരുപാട് നന്ദി. നമസ്കാരം. താങ്ക് യു.